പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവ്, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവ്, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോട് മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. താങ്ക് യു ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ എൻ്റെ വചനം പറഞ്ഞില്ലേ, അപ്പം അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ല. നമുക്കൊന്ന് വായിക്കാതെ റോമ 8:32. സ്വപുത്രനെ പോലും അടിപൊളി. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും
നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? യേശുക്രിസ്തുവിന് നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡാണ്. ഇനിയിപ്പോൾ പറയണത് എന്താണെന്നറിയാമോ? ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞല്ലേ, നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതാ വിഷയം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതാ വിഷയം. അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയോടെ എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും. എന്ത് പ്രയോജനം? അതാണ് വിഷയം. അപ്പൊ നമ്മളെ പോലുള്ള ഓപ്ഷൻ ഇതാണ്: സമസ്തം ഒഴിവാക്കുക, യേശുക്രിസ്തുവിനെ നേടുക. അവിടെ സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും. ഫിലിപ്പിയർ 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് വേസ്റ്റിന്റെ മറ്റൊരു വാക്കായിട്ട് മാറും. അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ, അപ്പോഴ് നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാലേ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലും ഒക്കെ ആ മൊബൈലിൻ്റെ ഒരു പാസ്വേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡ് ഉണ്ട്. വഴിയെ പോണ അവർക്ക് ആർക്കും ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം. പരമപിതാവ് ക്രിസ്തുവിനെ നമുക്ക് തരുന്നതിന് ഒരു പഞ്ഞവുമില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ്. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, നമുക്കൊരു വിഷയമുണ്ടല്ലോ, ഇപ്പൊ ഒന്നും വേണ്ട, ബ്ലോക്കിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. ആ കോഴിക്കുഞ്ഞ് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ, അതിന് കൂടുണ്ടോ, മറ്റു തരത്തിലുള്ള ഇത് ട്രെയിൻ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ സെമിനാറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൻ്റെക്ക് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ഇപ്പം മറ്റുള്ളൊരു ശത്രുത, ചില ആൾക്കാർ ശത്രുത വെച്ചോണ്ടിരിക്കത്തില്ലേ, അപ്പം ക്രിസ്തു വളരത്തില്ല. ചിലർക്ക് പക വെച്ചോണ്ടിരിക്കത്തില്ലേ, ക്രിസ്തു വളരത്തില്ല. ചില ദുശ്ശീലങ്ങൾ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പം അത് വെച്ചോണ്ടിരിക്കത്തില്ലേ.
അപ്പം അതിന് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരമപിതാവ് നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് തന്നെയല്ല, ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല. ഇത് എല്ലാ മതങ്ങളെപ്പോലെ ഒരു മതമല്ല ഇത്. ഞാൻ 40 കൊല്ലം പൗരോഹിത്യവും 15 കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ 40, 15, 55 കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15 കൊല്ലം, 10 കൊല്ലം, 50 കൊല്ലം, ഇപ്പം 50 കൊല്ലമായി. 1/2 നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്നാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ഞാൻ 50 കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ കിട്ടിയ ആളാണ്. 10 കൊല്ലം സെമിനാരിയിലും 40 കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത്. അപ്പോൾ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ എന്താ വിഷയം വെച്ചാൽ, ഞാൻ പകർന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, ദൈവം പണ്ടും അങ്ങനെയാണ്, അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത്. കഴിവനുസരിച്ച് ഒരാൾക്ക് 10 താലന്തും, ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും അങ്ങനെ കൊടുക്കും. അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. എൻ്റെ മക്കളെ, നമ്മൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിസ്സഹായനായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവരെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. അവരുടെ കൂട്ടത്തിൽ പോലും, കാലാപെറുക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പിന്നിലാണ്. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇതിനെ കവർ ചെയ്ത് മുന്നിലെത്താൻ പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ കൈകൾ വരണത്. കർത്താവ് എന്നെ പിക്കപ്പ് ചെയ്തെന്ന് കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാ അവലംബങ്ങളും സ്വന്തം കഴിവും എല്ലാം 0 പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ വിശ്വാസി, നിനക്കുള്ള വചനം എന്താ? കർത്താവ് നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ വന്നു. അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? പിന്നെ നീ അവിടെ പോഴൊന്ന് മസിൽ പിടിക്കുന്നതിനേക്കാളുപരി ഒരു സെർവൻ മോഡിലേക്ക് വരണം. പിടികിട്ടിയ സെർവൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞില്ലേ? ടേക്കണപ്പിന് മുമ്പ് ഇവരെ യഹൂദ ബാലികയായിരുന്ന മറിയത്തെ പെട്ടെന്ന് ഫുസ്സൊല്ലോക രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെടുന്ന പ്രോജക്റ്റിൻ്റേക്ക് ഇവരെ കോൾ ഫോർ ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ടേക്കണപ്പാണ് ചെയ്യണത്. അതിന് അമ്മയുടെ ബോധജ്ഞാന സിംഹാസനത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആന്തരികമായ ജ്ഞാനമാണ്. മേരി പ്രൊക്ലെയിം ദ സെർവൻഷിപ്പ്. എന്താണ്? നിൻ്റെ ദാസ്യത നീ ഉദ്ഘോഷിക്കണം. അമ്മ പറഞ്ഞു, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മൾ എന്തുകൊണ്ടാണ് പത്രമൊക്കെ ചുറ്റി കിടന്ന് കൊടുക്കുന്നത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വിലയും നിലയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാർ, ഞാൻ ടീച്ചറാണ്, നിങ്ങളുടെ പ്രിൻസിപ്പളാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുന്ന് പത്രം കൊടുക്കാതെ ഉടമ്പടി പുതുക്കത്തില്ല. കൃത്യമല്ലേ? കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉടമ്പടി കത്തത്തുള്ളൂ. ഉടമ്പടി കത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ മസ്ലിം പിടിച്ച് ഞാൻ ആനയാണ് കൂനയാണ് എൻ്റെ പപ്പ ആന ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നാൽ ഇരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തർക്കം പാർക്കണം. ലുക്ക 1:48 വർക്ക് ചെയ്യണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. 1:49, ലുക്ക 1:49. അവൻ ശക്തനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നിനക്ക് വലിയ കാര്യം ചെയ്യണ്ടേ? ദൈവം ശക്തനാണ്, വലിയ കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്താ സംഭവം? നിനക്ക് പേഴ്സണലാകണ്ടേ? അത് നിൻ്റെ ജെട്ടി നടപടി മാറണ്ടേ? നിനക്ക് വീട് വെക്കണ്ടേ? നിനക്ക് 200 മീറ്റർ വഴി കിട്ടണ്ടേ? വലിയ കാര്യമല്ലേ? ശക്തനായവൻ, എനിക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷെ നിനക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അവിടെ നിൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്റെ ജീവിതത്തിലെ ഉടമ്പടി പ്രകാരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയെപ്പോലെ എന്നെ വിനീതമാക്കണമേ. കർത്താവിന്റെ ദാസനാക്കണമേ, കർത്താവിന്റെ ദാസിയാക്കണമേ. നിബന്ധനകളെ പാലിക്കുന്നതിലൂടെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ ശക്തി ഞങ്ങളെ നിറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഡീപ്രമോഷൻ ഒരു വിഷയം, സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ നേരിടേണ്ടത്.
ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ ഈശോ എൻ്റെ മുമ്പിലുണ്ട്, അമ്മ എൻ്റെ പുറകിലുണ്ട്, ഞാൻ അങ്ങ് നടക്കുന്ന ജനങ്ങളോട് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാര്യം ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവ് ഇരിക്കുന്ന ബോധ്യമോ ഇപ്പോൾ കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ്. സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ അകത്ത് ഒരു എന്താണ് പറയണത്, ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിൻ്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം, അല്ല അളിഞ്ഞ മോന്ത്യമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് എന്നതിൻ്റെ അർത്ഥം. ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും. പത്രം എണ്ണി നോക്കിയോ ചിലർ, ഓ ഇനി 10 എണ്ണം ഉണ്ടായിരുന്നു, 5 എണ്ണം, ഇത് എവിടെ കൊടുക്കാനാണ്? ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളി കൊണ്ടുപോയി വല്ല വെച്ചു ഓടിക്കളയാമായിരിക്കും. മനസ്സിലായില്ലേ? ഇവർ അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? അത് മേജർ പ്രോജക്റ്റ് അല്ലേ. ശക്തനായൻ എനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യണത്, ചെറിയ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ? റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിൽ നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല. കാര്യം അവർക്ക് വലിയ സ്കോളറാണ്, അവർക്ക് നല്ല അമ്പിയറുള്ള ആളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, മെറിറ്റിൽ വന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉതച്ചിരിക്കുക. അത് പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിനൊന്നും മനസ്സിലാണില്ല. ഞാൻ അതിലൊക്കെ കാട്ടിക്കൂട്ടി പുറത്തിറങ്ങി. അവിടെ കലിബറെല്ലാം കപ്പാസിറ്റി എല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ്. എൻ്റെ മക്കളെ, നമ്മുടെ കപ്പാസിറ്റി കലിബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. എന്താണ്? ദൈവം എപ്പോഴും ചെയ്യണം, ഒരാളുടെ ഗ്രേസ് കൊടുക്കണ മുമ്പ് ദൈവം ചെയ്യണം, കൃപ കൊടുക്കണ മുമ്പ് ദൈവം ചെയ്യണത് അവരുടെ മസിലിനിടെ കൊട്ടും. മനസ്സിലായില്ലേ? മസിലിട്ട് കൊട്ടി. ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ? നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാൻ നേരത്ത് ശ്വാസം പിടിച്ച് നിൽക്കത്തില്ലേ? അപ്പോൾ അവരെന്നാ ചെയ്യും? അളക്കാൻ തന്നെ ആൾ പളക്കെട്ട് കുത്തും. അപ്പോൾ തന്നെ ഇപ്പോൾ ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാം പോകും. എന്നിട്ടാണ് അളക്കണത്. മനസ്സിലായി? അളവിന് മുമ്പ് പളക്കെട്ട് കുത്തു വരും. എന്തിനാണ്? നീ ശ്വാസം പിടിക്കേണ്ട, ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തീർക്കരുത്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ്. എന്താണ്? ഇല്ലാത്തത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിക്ക് വഴി നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും. കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ കുറഞ്ഞ പുള്ളിയാണെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപ ആർജിക്കുവാൻ എന്നെ എളിമപ്പെടുത്തണമേ. വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള അതിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു മെക്കാനിസം മനസ്സിലായില്ലേ മക്കൾക്ക്? അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല. സ്റ്റാറ്റസ് കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, ഡീപ്രമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ. ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അത് അമ്മയ്ക്ക് നല്ല ശരിക്കറിയാം. അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അവരെന്നാ പറഞ്ഞത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ 4:16 ഹെബ്രായ ലേഖനം എന്താ പറയണത്? വേണ്ട സമയത്ത് കൃപാവരവും കരുണയും നമ്മളിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവർ സമീപിക്കണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങളെ പുനരഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കൾ, ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാല്യൂ ആണത്. പക്ഷേ മൂല്യം, ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണിത്. വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചാടിക്കറി മുമ്പിൽ ഇരിക്കരുത്. എന്താണ്? മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ്. അതാണ്. നീ പോയി പുറകിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ഞാൻ പറയണത് പുറകിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി, നമ്മൾ പുറകിൽ ഇരിക്കുന്നതിൽ നീ ദൈവ പൈതലാണെങ്കിൽ പുറകിൽ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷം ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. ആരും ഞാൻ പുറകെ ഇങ്ങനെ എളിമെന്നടിച്ച് പുറകെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിലിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നറിയില്ല. പേസോട്ടം അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം. കാര്യം എന്താ? എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ്. മനസ്സിലായില്ല? നാട്ടുകാരുടെ മടുത്തിട്ടൊന്നുമല്ല. അതൊക്കെ ചത്ത് ചീഞ്ഞു പോകും. എത്ര വലിയ മനുഷ്യരായാലും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ? എന്താണ്? ചില കാര്യങ്ങളിൽ
നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കോടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തിരികെ അവിടെ ചെയ്യും. പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും. എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ കാര്യം? നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ്? പിതാക്കന്മാർ മരുഭവിച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ എല്ലാവരും വസിക്കുന്നു. സജീവനായ പിതാവാണ് അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ കൈയടിച്ച് കിടത്താൻ. പ്രഗത്ഭന്മാരായ മനുഷ്യരുടെ എരിഞ്ഞടങ്ങിയ ചിതയിൽ ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് പോണത്? നിത്യത വരെ അവൻ സഞ്ചരിക്കും. ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? നിത്യതയാണ്. നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല വിഷയങ്ങളില്ലേ നമുക്ക് ജീവിതത്തിൽ? പല വിഷയങ്ങളാണ് നമുക്ക്. കല്യാണത്തിൻ്റെ വിഷയം, വിവാഹ സമയത്ത് നടക്കാത്ത വിഷയം, ജോലി കിട്ടാത്ത വിഷയം, നമുക്ക് ജപ്തി നടപടി, വഴി കിട്ടാത്ത വിഷയം, വെള്ളം കിട്ടാത്ത വിഷയം, ഒത്തിരി എന്തെല്ലാം വിഷയങ്ങളുള്ളത്. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? എന്നെ നിങ്ങൾ ഇതിലൊന്ന് കക്ഷിയാക്ക്. മനസ്സിലായില്ലേ? ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക്. ഉടമ്പടി നമ്മളെന്താ പറയണത്? നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും, ഇല്ലേ? വിശുദ്ധീകരിക്കണം. എന്തുകൊണ്ട് എന്താ പറയണത്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്? ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറുകക്ഷിയായിട്ട് ദൈവവും നീയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്. എഗ്രിമെൻറ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിലെ നമ്മുടെ IELTS പാസ്സാകണത്, നമുക്ക് ജോലി കിട്ടുന്നതും PR വെക്കണതും അല്ല. മാത്രമല്ല നിത്യത വരെയുള്ളത് ഇതിൻ്റെ പാക്കേജാണ്. കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നിത്യതയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തുക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിന്റെ അനുദിന ജീവിതത്തിൽ ദൈവം തീരുമാനം ഉണ്ടാക്കും. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ച് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും. എന്താ കാര്യം? ഉടമ്പടിയിൽ മറുകക്ഷി ആരാണ്? ദൈവമാണ്. നിങ്ങളെ ദൈവമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത്. പിടിയോ? ചില ആൾക്കാർ കുമ്പസാരിക്കണം എന്തിനാണ്? കുർബാന സ്വീകരിക്കാനാണ്. അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാരുകൊണ്ട് അതിന് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല. എന്താ കാര്യം? അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ്. സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥനാവിധിയായിട്ടല്ലല്ലോ, ഉടമ്പടിയല്ലേ. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ക്രിസ്തു വന്നാൽ ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടിയാണ്. നിന്നെ ഒരു ചുമ്മാ ഒരു വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയമുള്ള എന്താണ്? അത് കിട്ടിയാൽ കിട്ടി, കിട്ടണമെന്ന് നിർബന്ധമില്ല. നീ ഒരു വിശ്വാസിയല്ലേ. ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് റാൻസം, ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ്. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണമുള്ള കുഴപ്പമാണ്. ആരുടെ പേരല്ല, ഈ മോചന ദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയുന്നത്. മോചന ദ്രവ്യം. ഇപ്പോൾ നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പോൾ 5 കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ? PFI 5 കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ? ഇല്ലേ, ജാമ്യത്തിൽ ഇറക്കാൻ 5 കോടി രൂപ.
5 കോടിയൊക്കെ കൊണ്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനാണ് റാൻസം എന്ന് പറയണത്, മോചനദ്രവ്യം. കർത്താവ് 5 കോടിയല്ലല്ലോ വെച്ചത്. നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്ന 5 കോടി കൊണ്ടാണോ? അല്ല. 50,000 കോടി കൊണ്ടാണോ? അല്ല. വിലമതിയാത്ത രക്തത്താൽ അവന് വിലക്ക് വാങ്ങി കൈയിടിച്ച് കർത്താവ്. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ത് വിലയാണ് കൊടുത്തത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ്? ആളാണ്. എന്ത് വിലയാണ് കൊടുത്തത്? 1 പത്രോസ് 1 ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 1:18. ശ്രുതികട്ടെ ഹല്ലേലൂയ. 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്ന് ഏറ്റു പറഞ്ഞ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അമൂല്യ രക്തം കൊണ്ടത്രേ. വിലക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന്റെ വിലയെന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഇല്ലാത്തതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം, വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത്, റിഡംഷൻ ഇക്കോണമി, അതായത് നമ്മളെ രക്ഷാകരമായ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യണത് റാൻസമിലായിരിക്കും. എന്താണ്? മോചനദ്രവ്യത്തിലായിരിക്കും. എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ നനയാൻ മീൻ പിടിക്കാൻ പറ്റുന്നതൊക്കെ ഇവിടുന്ന് വായിക്കുന്നത്. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, നോക്കട്ടെ എന്നൊക്കെ പറയവേ. എന്താ കാര്യം? ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? എല്ലാം നോക്കും. അത് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതാണ് പ്രശ്നം. ചുമ്മാ ഒരു ജഡിക സന്തതിക്കുന്നത് അയാൾ പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണ 10 ദിവസം എന്നാ മിടിക്കാതിരിക്കണത്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലൊക്കെ വെക്കും. വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആൻഡ് ദിസ് ഇറ്റ് ഈസ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ പണ്ട് നല്ല പെണ്ണിനെയും ചെറുക്കനും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത്? ദാറ്റ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എനിക്ക് നിത്യ തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു. ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ അട്ടിമറിച്ച് ആദിപാപത്തിന് വക്താക്കളെ നിങ്ങൾ എതിർക്കുന്നു. കൈയിട്ടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ മോചനദ്രവ്യം എന്നുള്ളത്, റാൻസം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികതയിൽ അവിഭാജ്യമായൊരു ഘടകമാണ്. മോചനദ്രവ്യം എന്തുമാകാം. പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എൻ്റെ ദൈവ പൈതലേ, എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ, ഒരു സ്റ്റാറ്റസ് ചേഞ്ച്, ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ, സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ്. ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗം നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താണ്? പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു, അല്ലേ? അവൻ ദാസനായി. പിന്നെന്താണ്? മരണത്തോളവും. പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് പുരുഷമരണത്തോളവും തന്നെ താഴ്ത്തി. ഇപ്പം നമ്മളുടെ മെരിറ്റ് പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ
ഇപ്പോൾ റഷ്യൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ്? റഷ്യൻ നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ്, ഒരു 90, 95, 97 റാങ്കിൽ വരികയാണ്, മാർക്കിൽ വരികയാണ്. പക്ഷേ നെറ്റും ഗെറ്റും എഴുതിയപ്പോൾ നോവെയറായിപ്പോയി, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ കോൺഫിഡൻസ് പോയി. മനസ്സിലായില്ലേ? ഈ കോൺഫിഡൻസ് പോകുമ്പോൾ നമ്മൾക്ക് ഈ കോൺഫിഡൻസ് പോയ കോൺഫിഡൻസ് വിറ്റ് അത് മിക്കവാറും ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തോളൂ ദൈവം. നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? നമുക്ക് വിൽക്കാൻ വേണ്ടി എന്താണ് കൊടുക്കാനുള്ളത്? നിരാശ, ഇല്ലേ? കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നിരാശ, പിന്നെ സങ്കടം, പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം, ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും. ഈ സാധനമാണ് വിൽക്കേണ്ടത്. അല്ലാതെ ഇത് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ഞാൻ തരുന്ന ആളെല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല, ഞാനെല്ലാം 87, 90 മാർക്ക് മേടിച്ചിരുന്ന ആളല്ല, ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരും കാണിക്കില്ല. എൻ്റെ കൂട്ടുകാരെ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീപ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ അങ്ങനെ ഇരിക്കുമോ ഇത് സംഭവം. അച്ഛൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ ഇതിനകത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാർ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആധ്യാത്മികമായിട്ട് അതിനൊരു 10-80 മാർക്കോളം കിട്ടും. എന്താ കാര്യം എന്നറിയാവുക? നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ്, കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തല്ലേ ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുവിന് മാത്രമേ, ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് എല്ലാം എടുത്തിട്ട് ആനക്കാര്യമാണെന്ന് പറയണത്. എത്ര ആനക്കാര്യമായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കളഞ്ഞ്, മനുഷ്യൻ മ്ലേച്ഛം, മനുഷ്യൻ ന്യൂനം, മനുഷ്യൻ വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി, കൃപയുടെ പർച്ചേസിങ് നടത്തുന്നത് എങ്ങനെയാണ്? അത് പൗലോസിന് ആ കാര്യം മനസ്സിലായി. പൗലോസ് ഇതിൻ്റെ ഗുട്ടൻസ്, ഈ ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. മനസ്സിലാക്കിയ പൗലോസ് എന്നാ ചെയ്തെന്ന് വെച്ചാൽ, പൗലോസ് അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞത് എന്നറിയാവോ? എൻ്റെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ.